അപ്പൊ നമ്മൾ അത് എടുത്തു, അതൊരു ഫ്രാക്ഷൻ വാല്യൂ എടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ, എക്സ് ബൈ വൈ എന്ന് എടുത്തു. നമുക്ക് എന്ത് വേണം? അതിന്റെ ഡിനോമിനേറ്റർ അറിയില്ല, ന്യൂമറേറ്ററും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സും വൈയും പറഞ്ഞ് നമ്മൾ എടുത്തു. 4/3 ആൻസർ കിട്ടിയോ? ഓക്കെ, നോക്കാം 4/3 ആണോ നോക്കാം. ഓക്കെ ഫൈൻ. നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു നമുക്ക് എത്രയാണ് കൂട്ടിയത്, എത്രയാണ് കുറച്ചത്. ഇപ്പൊ നമ്മൾ എക്സ്, നമുക്കൊരു വാല്യൂ ഇല്ല, എക്സിനൊരു വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എക്സ് വാല്യൂ തരാത്ത സമയത്ത് നമ്മൾ ഏത് വാല്യൂ ആയിരുന്നു പൊതുവെ എടുക്കാറ്? കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് മനസ്സിലാവും. ഏത് വാല്യൂ ആണ് നമ്മൾ പെർസെന്റേജിൽ എടുക്കാറ്? വേഗം പറഞ്ഞേ. നമുക്ക് ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് നമ്പർ ആയിരുന്നു നമ്മൾ എടുക്കാറ്? കാരണം ഇത് പെർസെന്റ് ആണ്, സെന്റ് അല്ലെങ്കിൽ നമ്മൾ ഫൈൻ, വെരി ഗുഡ്, 100ലാണ് എടുക്കാറ്. അപ്പൊ എക്സ് 100 ആണെങ്കിൽ നമ്മൾ അതിന്റെ 20% കൂട്ടി പറയുമ്പോൾ എന്തായിരിക്കും വാല്യൂ? എക്സ് 100 ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്, നമുക്ക് അറിയില്ല കേട്ടോ. എക്സ് 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് 20% കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കും? പറ. എക്സിന്റെ 20% കൂട്ടിയാൽ എന്താ കിട്ടും? ലൈക്ക് 100ന്റെ കൂടെ വെരി ഗുഡ്, 120 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് 10% കുറച്ചാൽ താഴെ എന്ത് കിട്ടും? 10% കുറച്ചാൽ എന്ത് കിട്ടും? 100ന്ന് 10 കുറച്ചാല് 10 ആണ്, അതിന്റെ 1%, 10%, വെരി ഗുഡ്, 90 ഡിഗ്രി കിട്ടും. ഇനി ഇത് നമ്മളൊന്ന് ചെറുതാക്കുക. ഈക്വൽ ടു, ഈ കിട്ടിയ വാല്യൂ ആണ് എന്ത്? 8/3. ഇതാണല്ലോ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഒരു ഒറിജിനൽ ഫ്രാക്ഷൻ ഉണ്ട്, അതിന്റെ കൂടെ അതിന്റെ 20% കൂടുകയും ഡിനോമിനേറ്ററിൽ 10% കുറയുകയും ചെയ്തപ്പോൾ നമുക്ക് 8/3 കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് ചെറുതാക്കിയിട്ട് എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? എങ്ങനെ? 0 കട്ട് ചെയ്തു, 12 3യിൽ എത്ര പ്രാവശ്യം പോവും? എത്ര പ്രാവശ്യം കിട്ടും? 4 കിട്ടും. പിന്നെ 4 8ൽ 2 പ്രാവശ്യം, 8ഉം 3യും കൂടി 3 കിട്ടും. ചെയ്താൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? 2/1 കിട്ടും അല്ലെ? 2/1 കിട്ടില്ലേ? 3 കട്ടായി 2/1. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് ആൻസർ വന്ന ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ എന്ത് കിട്ടി? എക്സ് ബൈ വൈ ഈക്വൽ ടു 2/1 ഇല്ലെങ്കിൽ 2 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒരു തംസ് അപ്പ് നോട്ടെ, അല്ലെങ്കിൽ ഒരു ഹാഫ് നോട്ടെ. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ബേസ് ചെയ്ത് ഇത് ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒക്കെ ചേഞ്ച് വന്നാൽ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് ദ ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ 200%. എന്റെ ചെറുപ്പത്തിൽ ഒരു ഡൗട്ട് ആയിരുന്നു. നമ്മൾ പൊതുവെ 100ലാണ് നമ്മൾ പെർസെന്റേജ് പറയാം. അപ്പൊ ഈ 200%, 350% അതൊക്കെ ഉണ്ടോ? ആക്ച്വലി അത് ഉണ്ട് കേട്ടോ. അപ്പൊ 200% നമ്മൾ അതിന്റെ ഫ്രാക്ഷൻ കൂട്ടി. ആൻഡ് ദ ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ, ഡിനോമിനേറ്റർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. എത്ര? 350%. അപ്പൊ റിസൾട്ടന്റ് ഫ്രാക്ഷൻ എന്ത് കിട്ടി? 5/12 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഫ്രാക്ഷൻ എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എക്സും വൈയും എടുത്തു, എക്സ് ബൈ വൈ എടുത്തു, ഇൻറ്റു നമ്മൾ എക്സും വൈന് 100, എക്സിന്റെ വാല്യൂ 100, വൈന്റെ വാല്യൂ 100, അങ്ങനെ നമ്മൾ കണക്കാക്കി. അപ്പൊ ഞാൻ ഇൻറ്റു എത്ര ചെയ്യണം? പറയാൻ പറ്റുമോ? അതിന്റെ കൂടെ ന്യൂമറേറ്ററിന്റെ കൂടെ 200% ആണ് കൂടിയത്. ഞാൻ എക്സ് 100 ആയിട്ട് കണക്കാക്കിയാല് 200% കൂടിയിട്ടുള്ള ആ വാല്യൂ എന്തായിരിക്കും? ഇവിടെ എന്താ എഴുതണ്ടേ? പറഞ്ഞേ. ഹലോ, കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാമോ? ഒരു തംസ് അപ്പ് നോട്ടെ. ഓക്കെ ഓക്കെ ഫൈൻ, ഞാൻ പറയാം. നമ്മളിപ്പോ 100 ആയിട്ട് എടുത്തു. 100ന്റെ 100% എന്താണ്? ഒരു വാല്യൂവിന്റെ 100% എന്ന് പറഞ്ഞാൽ എന്താണ്? 100 തന്നെയല്ലേ? അപ്പൊ അതിന്റെ 200% എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി. 100ന്റെ 100% 100 ആണെങ്കിൽ 200% എന്താ? 200 ആണ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ നമ്മള് എക്സ് 100ന്റെ കൂടെ 200 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്താ എഴുതണ്ടേ? 300 അല്ലേ എഴുതുക? ഓക്കെ ആണോ? മനസ്സിലായോ നമ്മൾ എന്താ ചെയ്തതെന്ന്? ഇതിനെ നമ്മൾ ഈ 2 വാല്യൂസിനെ നമ്മൾ എന്താക്കി എടുത്തു? 100 എടുത്തു. ഓക്കെ, 100/100. അങ്ങനെ നമ്മൾ ഇമാജിനറി വെക്കുകയാണ്. കാരണം നമ്മൾ പെർസെന്റേജ് എപ്പോഴും 100ലാണ് പറയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് 200% കൂട്ടി. 100ന്റെ 200% എന്ന് പറഞ്ഞാൽ 200 ആണ്. ആ ഒരു വാല്യൂവിന്റെ കൂടെ ആ 200% കൂട്ടി. അതായത് 100ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? 100 +
200 ചെയ്തിട്ടുള്ള വാല്യൂ നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ താഴെ എന്താ എഴുതുക? ഇവിടെ എത്ര പെർസെന്റേജാ കൂടിയത്? ഇൻക്രീസ്ഡ് ബൈ 350%. അപ്പൊ നമ്മൾ താഴെ എന്ത് വാല്യൂ ആയിരിക്കും വരിക? ഓക്കെ, വേഗം ചാറ്റ് ബോക്സിൽ ഇട്ടെ. താഴെ എന്ത് ഡിനോമിനേറ്റർ എന്ത് വാല്യൂ എഴുതുക? 450. വെരി ഗുഡ് നിഫ, 450 എഴുതും. ഓക്കെ, ഈക്വൽ ടു എന്താണ്? 5/12. ഇനി എന്ത് ഇതൊന്ന് ചെയ്തേ, വേഗം ചെയ്തേ. നമുക്ക് എക്സ് ബൈ വൈ എന്ത് കിട്ടിയെന്ന് പറഞ്ഞേ. ചെറുതാക്കിയാൽ മതി. 0 ഞാൻ കട്ട് ചെയ്തു. ഇത് നമുക്ക് 50 വെച്ച് കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ 2 3 വരും. 2 3 വന്നു. 2 3 12 എത്ര പ്രാവശ്യം പോകും? നമുക്ക് എത്ര കിട്ടും? ലാസ്റ്റ് വാല്യൂ എന്ത് കിട്ടും? 4 പ്രാവശ്യം പോകും. 1/2 വരും. എത്ര കിട്ടും? ഈക്വൽ ടു ആൻസർ നോട്ടെ. ചെറുതാക്കി നമുക്ക് എന്ത് കിട്ടും? മുകളിലുള്ള താഴോട്ട് വരുമ്പോ ഇൻറ്റു ആവും. 2 × 4 5/8 വരും അല്ലേ? അല്ലേ, നിങ്ങൾ എന്താ റെസ്പോണ്ട് തരാത്തത്? ക്യാൻസൽ ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടോ? ഹലോ, മനസ്സിലാവാത്തോണ്ടാണോ? തംസ് ഡൗൺ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ലേ? അല്ലെ ഡൗട്ട് ഇല്ല എന്നാണോ? ഡൗട്ട് ഉണ്ട് എന്നാണോ? ഡൗട്ട് ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 5/8 ആണ് ആൻസർ. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു ഹാക്ക് തന്നെ. ഓക്കെ, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ അല്ലേ? കൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഫ്രാക്ഷനിലും ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്താൽ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പെർസെന്റേജ് എറർ. ഓക്കെ, നമ്മൾ 2 ഫ്രാക്ഷൻ വാല്യൂ തരും. എന്നിട്ട് അതിനിടയിലുള്ള പെർസെന്റേജ് എറർ എത്രയും ചോദിക്കും. നമ്മൾ ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് പഠിച്ച കുട്ടികളാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ഓൾറെഡി. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ 2 വാല്യൂസ് എടുത്തു. 5/4 എടുത്തു, 4/5 എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര പെർസെന്റേജ് എറർ ഉണ്ട് അതാണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ ഇതിന്റെ റിയൽ മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്നിട്ട് ചെറിയൊരു ഷോർട്ട് കട്ടും പറഞ്ഞുതരാം. റിയൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 5 × 4 എത്രയാണ്? 20 ആണ്. എന്നിട്ട് ഈ വാല്യൂനെ 20 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അപ്പുറത്തും ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? 4 × 5 നമ്മൾ 20 കൊണ്ട് ഡിനോട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ 2 വാല്യൂസ് ഇവിടെ എന്ത് വാല്യൂ കിട്ടും? 4 20 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 5 × 5 25 കിട്ടും. ഇവിടെയോ 5 20 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4 × 4 16 കിട്ടും. ഇത്രയും ഓക്കെ ആണോ? ആ കട്ട് ചെയ്തത് ഓക്കെ ആണോ? മനസ്സിലായി? ഓക്കെ, അപ്പൊ 25 60 എത്ര പെർസെന്റേജ് എറർ ഉണ്ട് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എത്ര കുറഞ്ഞു ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞു ഒരു വാല്യൂന്ന് ഈ വാല്യൂ ഇതിനെയും കാട്ടും ഇത്ര കുറവാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇത്ര കൂടുതലാണ് ഇത്ര കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്? ഞാൻ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ട് വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവൺ ആരാദ്യം പറയാം? നിഫ, അനിത, എനിവൺ? എനിക്ക് ഓർമ്മയിലുള്ള കുറച്ച് പേര് വിളിക്കുന്നു. ആരെങ്കിലും? അവൾ എന്ത് ചെയ്തു ആദ്യം? മറന്നുപോയോ? നിങ്ങൾ റിവൈസ് ചെയ്യുന്നില്ലേ ക്ലാസ് ഒക്കെ? നമ്മളൊരു ഡിഫറൻസ് ഇപ്പം എനിക്ക് എന്ത് നോക്കണം? ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇതിന്റെ ഡിഫറൻസ് കാണാം. 25 - 16 എത്ര കിട്ടും? 9 കിട്ടും. ഡിഫറൻസ് കാണുക. എന്നിട്ട് വലിയ നമ്പർ എഴുതുക. എത്ര ചെറുതാണെന്ന് കാണുകയാണെങ്കിൽ വലിയ നമ്പർ, എത്ര വലുതാണെന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ചെറിയ നമ്പർ എഴുതും. ഓക്കെ, അപ്പൊ ഇവിടെ വലിയ നമ്പർ ഏതാ? 25 ആണ്. 25 എന്നിട്ട് ഇൻറ്റു 100. ഓക്കെ, ഈ മെത്തേഡ് മറന്നുപോയോ? ഓർമ്മയുള്ളവരൊന്ന് തംസപ്പ് നോട്ടെ ലാസ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ഓർമ്മയില്ലേ? ചെയ്തെന്ത് കിട്ടും? ആൻസർ പറഞ്ഞു. ചെയ്തെന്ത് കിട്ടും? എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് എറർ കിട്ടിയത്? വേഗം ചാറ്റ് ബോക്സിൽ. 25 100 4 times 9 × 4 എത്ര കിട്ടി? നിങ്ങൾ പെന്നും നോട്ടൊക്കെ എടുത്തിട്ട് ഇരിക്കും കേട്ടോ, വേഗം ചെയ്തിട്ട്.
നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടും, അല്ലാണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകില്ല. യെസ്, വെരി ഗുഡ് നിഫ. 36% കിട്ടി. ഓക്കെ, നിത, നിഫ. ഓക്കെ, അപ്പൊ 36% ആണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒരു ഹാർട്ട് വട്ടെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞു. ഓക്കെ, ഇതിന് ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ 20 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ 5/4, ഇപ്പൊ ഏത് ഫ്രാക്ഷൻ ആണെങ്കിലും ഇപ്പൊ 4/5 ഇതായിരുന്നല്ലോ നമ്മുടെ വാല്യൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് 5 × 5 25 കിട്ടും. 4 × 4 നമുക്ക് 16 കിട്ടും. ബാക്കി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് തൊട്ടേ പഠിച്ചതാണ്. ഇങ്ങനെ ചെയ്താലും മതി. ഇൻറ്റു 20 അല്ലെങ്കിൽ 2 വാല്യൂസ് ടു 20 അത് കാണേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഏത് വാല്യൂ ആണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഈ ചെറുതാക്കുന്നതിലൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ തരട്ടെ ഇതിന്റെ ഇത് ബേസ് ചെയ്തിട്ട്. ഓക്കെ, 3/2 2/3. നിന്റെ റൈറ്റിംഗ് പാഡ് ഒന്ന് എടുത്ത് വെച്ച് ഗ്ലിച്ച് വരും. ഇതൊന്ന് ചെയ്തേ, ചെയ്തിട്ടൊന്ന് കമന്റ് ബോക്സിലിട്ട് എത്ര പെർസെന്റേജ് കിട്ടി. എടുത്തു വെച്ചോ എന്തെങ്കിലും ഇഷ്യൂ? അത് ഇപ്പഴത്തെ കാണിക്കേ. രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് വേഗം ആരാ ആദ്യം ചാറ്റ് ബോക്സിൽ ഇടാൻ നോക്കാം. മാറി അത് ഏത് കാണിക്കേ ക്രിസ്ത്യാൻ? ഓക്കെ, പറഞ്ഞേ. എല്ലാവരും ഹലോ, നിങ്ങൾ ആൻസർ പറയുന്നുണ്ടോ ചാറ്റ് ബോക്സിൽ? ഹലോ, ഓഡിയോ കേൾക്കുന്നില്ലേ? എന്തെങ്കിലും റിയാക്ഷൻ? ഓക്കെ, ഫൈൻ. ഇത് ചെയ്തിട്ട് കിട്ടിയോ ആൻസർ? എന്ത് ചെയ്യാ? ഇത് ഞാൻ കേട്ടോ. എന്ത് ചെയ്യാ? എങ്ങനെ ചെയ്യാ? എന്താ കിട്ടിയത്? വാല്യൂ ഒന്നിട്ട് ചാറ്റ് ബോക്സിലിട്ടെ നോക്കട്ടെ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇല്ല, ക്രോസ് 9 കിട്ടി. 4 കിട്ടി. 9 4ലേക്ക് എത്ര ചെറുതാണെന്ന് നോക്കിയത്. എന്താ ആൻസർ കിട്ടി? എന്താ? 5/9 × 100 ചെയ്തപ്പോ എന്ത് കിട്ടി? ഹലോ, നിങ്ങൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ ചാറ്റ് ബോക്സിൽ? എനിക്കൊന്നും കണ്ടില്ല. ചാറ്റ് ബോക്സ് എന്താ ആൻസർ? എടാ പറയടാ, ഞാൻ എല്ലാം പറഞ്ഞാ ഇങ്ങനെ ശരിയാവുക? നിങ്ങളെ ക്ലാസ്സിൽ ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ടാണ്. എന്താ ഡൗട്ട് ഉണ്ടോ? 36, 55.5. 55.5, that's correct answer. Okay, Shahana, thank you. 55.5 അല്ലെങ്കിൽ 55% ആണ് പെർസെന്റേജ് എറർ. ഒരു ക്വസ്റ്റ്യൻ കൂടി തരട്ടെ. ഓക്കെ, ഇതിന് നേരെ തിരിച്ചിട്ട് ഞാൻ തരാം. 2/3 3/2 എന്ത് കിട്ടും? നേരെ ഉൾട്ടി ആയാലും എന്ത് കിട്ടും? ഒന്ന് നോക്കിക്കേ. ഇതാരാദ്യം ചെയ്യാൻ നോക്കാതെ. ഇതെന്ത് ചെയ്താൽ എന്താ കിട്ടും? 4 കിട്ടും, 9 കിട്ടും. അപ്പം നമ്മള് ചെറുതാണോ വലുതാണോ നോക്കുക. ഇതിപ്പോ എത്ര കൂടുതലാണെന്നാണ് അല്ലെ? ഇപ്പൊ എന്ത് കിട്ടും? മീൻസ് ഈ ക്ലാസ് റെക്കോർഡാണോ? ഈ ക്ലാസ് റെക്കോർഡാണ്. ഇറങ്ങി പോവല്ലേ, കാരണം
എന്തെങ്കിലും ഇഷ്യൂ വന്ന് നമുക്ക് റെക്കോർഡ് കിട്ടിയില്ലെങ്കിൽ മിസ്സാവില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എന്തായാലും ഇരിക്കുകയല്ലേ, അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് വേഗം ആൻസർ പറഞ്ഞേ. നമുക്ക് ലാഗ് ആക്കണ്ട, വേഗം വേഗം പോണം, ഇനി കുറെ കൺസെപ്റ്റ് പറയാനുണ്ട്. ഹലോ, 5/4 ചെയ്യും ഇൻറ്റു 100 എന്ത് കിട്ടും? 25. 25 into 5 125% ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോട്ടെ. ഇത് മനസ്സിലായോ? ഒരു ഹാർട്ട് നോക്കട്ടെ, മനസ്സിലായെങ്കിൽ ഒരു ഹാർട്ട് തരൂ. ഓക്കെ, നെക്സ്റ്റ് റേറ്റ് ആൻഡ് കൺസപ്ഷൻ. കുറച്ചുകൂടെ ഇപ്പൊ പെർസെന്റേജ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. റേറ്റ് ആൻഡ് കൺസപ്ഷൻ നിങ്ങൾക്ക് പെർസെന്റേജ് ഫസ്റ്റ് ക്ലാസ്സിൽ ചോദിച്ച പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കില്ല. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന പ്രോബ്ലംസ് അല്ലെ ആ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ് നിങ്ങളോട് ചോദിക്കുക. അതായത് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കൺസെപ്റ്റ് യൂസ് ചെയ്യും വേണം, സെപ്പറേറ്റ് വേറെ കൺസെപ്റ്റ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, റേറ്റ് ആൻഡ് കൺസപ്ഷൻ. അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോയി, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അരി, പഞ്ചസാര അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ പോയി, അത് നമുക്ക് പറയുന്ന ആ ഒരു MRP, അതാണ് റേറ്റ്. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റേറ്റിനനുസരിച്ച് നമ്മൾ എത്ര വാങ്ങുന്നു അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പൊതുവെ എക്കണോമിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റേറ്റ് ഇൻറ്റു കൺസപ്ഷൻ ആണ്. ഓക്കെ, റേറ്റ് ഇൻറ്റു കൺസപ്ഷൻ ആണ്. അതായത് ബേസിക്കലി റേറ്റ് എന്ന് പറയുന്നത് കൺസപ്ഷന്റെ റെസിപ്രോക്കൽ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാരൊക്കെ ഉണ്ടോ? റേറ്റ് എന്ന് പറയുന്നത് കൺസപ്ഷന്റെ റെസിപ്രോക്കൽ ആണ്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പറഞ്ഞത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ തരാം. റേറ്റ്, ഒരു വസ്തുവിന്റെ റേറ്റ് 10% കൂട്ടി, അങ്ങനെ പറയുകയാണെങ്കിൽ അത് ബേസിക്കലി എന്താണ്? അതിന്റെ കൺസപ്ഷൻ എന്തൊക്കെയാണ്? കുറയ്ക്കണം. ഇപ്പൊ നമുക്കൊരു പ്രോപ്പർ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ കൺസപ്ഷൻ കുറയും. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഫിക്സഡ് ആണെങ്കിൽ, ഇവിടെ എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് ആണെങ്കിൽ ബേസിക്കലി ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് നമ്മൾ കുറച്ച് സാധനം വാങ്ങണം. നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഒരു മാസം നമ്മൾ ഇത്ര പൈസക്ക് സാധനം വാങ്ങുള്ളൂ, അങ്ങനെ നമ്മൾ കണക്കാക്കണം. അപ്പം ഈ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഇപ്പൊ LPGന്റെ വില കൂടിയില്ലേ ഈ ഒരു യുദ്ധമൊക്കെ വന്നപ്പോ, അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പലതിന്റെ റേറ്റ് കൂടും, റേറ്റ് കുറയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കൺസപ്ഷൻ എന്ത് ചെയ്യും? ചേഞ്ച് വരുത്തും. ഇപ്പൊ നമ്മള് 1 കിലോ ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്നുകൂടെ കുറച്ചിട്ട് 500 ആക്കി വാങ്ങും. അങ്ങനെ മാറ്റം വരുത്തും എക്സ്പെൻഡിച്ചർ ഫിക്സ് ആണെങ്കിൽ. ഓക്കെ, അതാണ് ബേസിക്കലി. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തരാം. ലൈക്ക് നമ്മള് റേറ്റ്, ഒരു വസ്തുവിന്റെ റേറ്റ് നമ്മൾ 10% കൂട്ടുകയാണ്. സെയിം സാധനം തരാം. ഒരു വസ്തുവിന്റെ റേറ്റ് നമ്മൾ 10% കൂട്ടുകയാണ്. ഒരു വസ്തുവിന്റെ റേറ്റ് നമ്മൾ 100 ആണ് വയ്ക്കാം. അതിന്റെ 10% കൂടി എന്ന് പറയുമ്പോൾ എത്ര വരും? 10% കൂടി എന്ന് പറയുമ്പോൾ എത്ര വരും? 110 വരും. നിങ്ങൾ ചാറ്റ് ബോക്സ് നല്ല ആക്റ്റീവായിട്ട് വെക്കണേ. അപ്പൊ കൺസപ്ഷൻ എത്ര വരും? ഓക്കെ, അതിന്റെ കൺസപ്ഷൻ എന്താ? നേരെ തിരിച്ചാണ്. അതായത് 110 എന്തായി മാറും? 100 ആയിട്ട് മാറും. ഇതാണ് ബേസിക്കലി. ഇതിനെ നേരെ തിരിച്ചിടുക. ഓക്കെ, 110 100 ആക്കി മാറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഓൾറെഡി അറിയാം എത്ര കുറവാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ 0 നമുക്ക് ക്യാൻസൽ ആക്കാം ഒരു സൗകര്യത്തിന്. അപ്പൊ 11 10 ആയി മാറി. ഓക്കെ, എത്ര കുറഞ്ഞു? എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര കുറവാണെന്ന് കാണണമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ബേസ് കൺസെപ്റ്റ്. ആദ്യം ഡിഫറൻസ് കാണുക. ഡിഫറൻസ് 1 ആണ്. ബൈ വലിയ നമ്പർ എഴുതുക. 11 into 100. ഓക്കെ, ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വേഗം പറഞ്ഞേ. ചെയ്ത് നോക്കിയേ, എന്ത് കിട്ടും? 9/1/11 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായോ? ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ഹലോ, ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? If the price of potato increases from 24 per kilogram to Rs 36 per kilogram, അങ്ങനെയാണ് then by what percentage a household should decrease the consumption of potato so that expenditure remains same? എന്താ പറയുന്നത്? പൊട്ടറ്റോ. ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റ് റീജിയനിലാണ്, അവിടെയൊക്കെ പൊട്ടറ്റോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു മാസം എന്തായി? 24 പെർ കിലോ. ഒരു കിലോന് 24 രൂപ ഉണ്ടായിരുന്നത്. കൺസെപ്റ്റ് ഒന്നുകൂടെ പറയൂ? ഓക്കെ, പറയാലോ. ഇവിടെ എന്താ? റേറ്റ് ആൻഡ് കൺസപ്ഷൻ. റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിന് ഇടുന്ന MRP, അതിന്റെ വില എത്രയാണ്, അതാണ് റേറ്റ്. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ ഒരു മാസം ഒരു വസ്തുവിന് ഇന്ന റേറ്റ് ആണ്. അപ്പൊ അത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങുന്ന അളവ് കുറയും. അതാണ് എക്കണോമിക്സിൽ പറയുന്നത്. നമ്മൾ അത് വാങ്ങുന്ന അളവ് കുറയും. ഇപ്പൊ LPG എന്ന് പറയുന്ന സാധനം,
LPG നമ്മൾ ആദ്യം നമ്മൾ ലാവിഷായിട്ട് യൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ അതിന്റെ റേറ്റ് കൂടി, യുദ്ധമൊക്കെ വന്നപ്പം അത് കിട്ടുന്നത് കുറഞ്ഞു. അപ്പൊ അതിന്റെ റേറ്റ് കൂടിയപ്പോ നമ്മൾ എന്ത് ചെയ്തു, അത് ഉപയോഗിക്കുന്നത് കുറച്ചു, അല്ലെ, കൺസപ്ഷൻ കുറച്ചു. അപ്പൊ റേറ്റിന്റെ എപ്പോഴും റെസിപ്രോക്കൽ ആയിരിക്കും എന്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്, കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റേറ്റ് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ തന്നു. എന്റെ അടുത്ത് 100 രൂപയുടെ എന്തോ സാധനം ഉണ്ട്, അതിന് 10% വില കൂട്ടി, അപ്പൊ 110 ആയി. അപ്പൊ എന്റെ കൺസെപ്ഷൻ എന്താ, നേരെ ഓപ്പോസിറ്റ്, 110 എന്തായി, 100 കുറഞ്ഞു. അതാണ് നമ്മൾ ബേസിക്കലി മീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സാധനം ഇതിൽ നിന്ന് എത്ര കുറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഡിഫറൻസ് എഴുതും, ന്യൂമറേറ്റർ ഡിഫറൻസ് എഴുതും, പിന്നെ വലിയ വാല്യൂ എഴുതും ഇൻറ്റു 100. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, അത് അതിന്റെ കൺസെപ്ഷൻ ആണ്. ഓക്കെ ആണോ? ചോദിച്ചാൽ ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മളൊരു പൊട്ടറ്റോന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായി, പൊട്ടറ്റോന്റെ റേറ്റ് 24 പെർ കിലോഗ്രാം, ഒരു കിലോഗ്രാം 24 നിന്നും 36 പെർ കിലോഗ്രാം ആയിട്ട് കൂടി. അപ്പൊ കൺസെപ്ഷൻ എന്ത് ചെയ്യും, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, 36 24 മാറും. എത്ര കുറഞ്ഞു, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മളൊരു ഈസ്റ്റ് അല്ലെങ്കിൽ റേഷ്യോ പോലെ ഇടുകയാണെങ്കിൽ എത്ര കുറഞ്ഞു, നമുക്കിത് വേണമെങ്കിൽ ചെറുതാക്കി നമുക്ക് കിട്ടും 3:2 എന്ന് കിട്ടും, അല്ലെ, 3:2. ഇത് നിങ്ങൾക്ക് ചെയ്തെന്ത് കിട്ടും, ചെയ്യാൻ അറിയില്ലേ? ഒന്ന് വേഗം ചെയ്തൊരു ചാറ്റ് ബോക്സിൽ ആൻസർ പറഞ്ഞേ. ഇവിടെ 14 പേരുണ്ട്. ഇനി ആരാദ്യം പറയാൻ നോക്കാം. ഒരു 30 സെക്കൻഡ്. ഓക്കെ, വലിയ നമ്പർ ആണോ ചെറിയ നമ്പർ ആണോ ഡിനോമിനേറ്റർ, അതെങ്ങനെ കണക്കാക്കുന്ന വെച്ച് നമ്മൾ കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ വേണ്ടത്. ലൈക്ക് ഇവിടുന്ന് എന്താണ്, ഇവിടുന്ന് ഈ ഒരു വാല്യൂ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറയാണ് ചെയ്തത്. അപ്പൊ എത്ര കുറഞ്ഞു, അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര കുറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ നമ്പർ ആണ് എഴുതുക. ഓക്കെ, ഇനി ഇതേ സ്ഥാനത്ത് ഇത് നമ്മളിങ്ങനെ കുറച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയതെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ വാല്യൂ എഴുതും. ഓക്കെ, അതായത് എപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതും. ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. 3:2. അങ്ങനെ വന്നപ്പോൾ 3 2 എത്ര പെർസെന്റേജ് കുറഞ്ഞു, കൺസപ്ഷൻ എത്ര പെർസെന്റേജ് കുറഞ്ഞു, ആ വീട്ടില് എത്ര പൊട്ടറ്റോ യൂസ് ചെയ്യുന്നത് എത്ര കുറഞ്ഞു, പറഞ്ഞേ. നമുക്ക് വേഗം കിട്ടും, നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പം ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 33.1/3. വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ 1/3 സർക്കിൾ, വെരി ഗുഡ്, ഇൻറ്റു 100. നമുക്ക് ഇതിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്. 1/3% ഫ്രാക്ഷനിലേക്ക് മാറ്റി നമുക്ക് എന്ത് കിട്ടിയ 33 ഇൻറ്റു 1/3. ആ ഒരു ടേബിൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ? റേറ്റും കൺസെപ്ഷനും എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ വന്ന് എന്ത് ചെയ്യും, ക്ലിയർ ആണോ? ഒരു ഹാർട്ട് നോക്കട്ടെ. ഷഹനാസ്, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, ഓവറോൾ പെർസെന്റേജ് ചേഞ്ച്. ഇതൊക്കെ പെർസെന്റേജിന്റെ പല ഭാഗങ്ങളാണ്, പല ക്വസ്റ്റ്യൻസ് ആണ്. ഓവറോൾ എത്ര ചേഞ്ച് വന്നു. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആക്കും. ഒരു സാധനം ആദ്യം 20% കൂടി, പിന്നെ വീണ്ടും ഒരു 30% കൂടി, പിന്നെ ഒരു 40% കൂടി, അപ്പൊ ലാസ്റ്റ് എത്ര ശതമാനം കൂടി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പ്രത്യേകിച്ച് നമ്മൾ ബാങ്കിന്റെ കണക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ പിന്നെ എക്സാമ്പിൾ തരാം. ഒരു വസ്തുവിന് എന്തോ ഇതിന്റെ റേറ്റ് 20% ആദ്യം ഇൻക്രീസ് ചെയ്തു. ഓക്കെ, പിന്നെ ആ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടിയില്ലേ, ആ വാല്യൂന്ന് പിന്നെ ഒരു 5% കുറഞ്ഞു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് എന്താ കിട്ടിയത്, ലാസ്റ്റ് ആളുടെ കയ്യിൽ എത്ര ഉണ്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ വാല്യൂ തരാത്തപ്പോ ഏത് നമ്പർ യൂസ് ചെയ്യാം പെർസെന്റേജില്? വേഗം കമന്റ് ബോക്സിൽ പറഞ്ഞേ, ഏത് നമ്പർ യൂസ് ചെയ്യാം? 100. ഓക്കെ, അപ്പൊ നമ്മൾ 100 ആണെന്ന് വിചാരിച്ചു. 100 ആദ്യം എന്ത് സംഭവിച്ചു? 20% ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 20% ഇൻക്രീസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 120. വെരി ഗുഡ്. ഞാൻ ആരാ പറയുന്നതെന്ന് കേൾക്കുന്നില്ല കേട്ടോ, ലൈക്ക് എനിക്കത് ആളാരാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങൾ ചെറുതായിട്ടുള്ളത്. ഓക്കെ, ആര് പറഞ്ഞത് ആരാണെങ്കിലും വെരി ഗുഡ്. 120 ആണ്. 120 കിട്ടി. ഇനി 120ന്ന് 5% എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും?
120 5% കുറഞ്ഞു. അപ്പൊ എന്ത് കിട്ടും? അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? പൊസിഷൻ സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യണം. അത് ഭയങ്കര വലിയ ഓക്കെ. എങ്ങനെ കണ്ടുപിടിക്കും? കുറഞ്ഞു എന്ന് പറയുമ്പോ 120 ആണ് നമ്മളെടുത്തുള്ളത്. 120 ഇൻറ്റു നമുക്ക് 100 5% കുറഞ്ഞാല് 95 ആണ്. 95 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് എന്ത് കിട്ടും? ചെറുതാക്കി എന്ത് കിട്ടും നമുക്ക്? 114 കിട്ടില്ലേ? മനസ്സിലായോ? 120 ആയിരുന്നു. ഈ 120ന് 5% കുറഞ്ഞ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. 120 ഇൻറ്റു നമ്മൾ 100 5 കുറച്ചു, 95 ഡിവൈഡഡ് ബൈ 100. ഇത് ചെറുതാക്കി നമുക്ക് എന്ത് കിട്ടി? 114 കിട്ടി, 114 കിട്ടി. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? 114 എന്ന് പറയുന്നത് വാല്യൂ ആണ്. ഇനി ഈ വാല്യൂ എന്ന് പറയുന്നത് എത്ര ശതമാനം കൂടി? 100ന്ന് ഇപ്പൊ ലാസ്റ്റ് എവിടെ എത്തിയിരിക്കുകയാണ്? 114. അപ്പൊ നമുക്ക് മനസ്സിലാക്കാലോ 114 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം കൂടിയത്? പറഞ്ഞേ, എത്ര ശതമാനം കൂടിയത്? 14%. യെസ്, വെരി ഗുഡ്. 14% കൂടിയത്. അപ്പൊ ഓവറോൾ ചേഞ്ച് എന്താണ്? ഓവറോൾ പെർസെന്റേജ് ചേഞ്ച് എന്താണ്? 40% ആണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മളിപ്പം ഈ ഒരു കൺസെപ്റ്റ് അറിയാത്ത ഒരാള് നമ്മൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം 20% കൂടി, പിന്നെ അതിന് ഒരു 5% കൂടി. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു ഉത്തരം 15% ആയിരിക്കും. പക്ഷെ ഇതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലുള്ള എല്ലാ പ്രോബ്ലംസിന്റെ ഒരു പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ആൻസർ. അതിൻ്റെതായ ഫോർമുല വെച്ച് ചെയ്തെന്ന് കിട്ടുന്നത് വേറെ ആൻസർ ആയിരിക്കും. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ ഒരു ഹാർട്ട് നോക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ വളഞ്ഞ് നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനൊരു പ്രോപ്പർ ഒരു ഫോർമുല, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോ. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. ഓവറോൾ ചേഞ്ച് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. സ്ലൈഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാം. സെയിം ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ എടുത്തുതരാം. സെയിം ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? 20% ആദ്യം കൂടി, 5% കുറഞ്ഞു. അപ്പൊ നമ്മൾ എക്സും വൈയും എടുക്കുകയാണ്. എക്സ് ആദ്യം 20% കൂടിയത് നമ്മൾ എക്സ് എടുത്തു, വൈ എന്ന് പറയുന്നത് -5 എടുത്തു. ഓക്കെ ആണോ? എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100 ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എക്സ് എന്താണ്? 20 ആണ്. 20 പ്ലസ് വൈ എന്താണ്? -5 ആണ്. -5 പ്ലസ് നമുക്ക് എന്ത് ചെയ്യണം? 20 ഇൻറ്റു -5 ഡിവൈഡഡ് ബൈ എന്താ? 100 ചെയ്ത് എന്ത് കിട്ടും? 20 പ്ലസ് -5 അതായത് 20 -5 അപ്പൊ എന്ത് കിട്ടും? 50 കിട്ടും. 50 പ്ലസ് 20 ഇൻറ്റു -5 അപ്പൊ പറയും മൈനസ് എന്ത് കിട്ടി? -100 കിട്ടി അല്ലെ? -100 ഡിവൈഡഡ് ബൈ 100 -100 ഡിവൈഡഡ് ബൈ 100 അപ്പൊ നമുക്ക് 1 കിട്ടും. അപ്പൊ 15 - 1 ദാറ്റ് ഈക്വൽ ടു 40. ആൻസർ കിട്ടിയില്ലേ? 40% ആൻസർ കിട്ടിയില്ലേ? ക്ലിയർ ആണോ? ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട്. ലൈക്ക് ഈ ഒരു ഫോർമുല പഠിച്ചിട്ട് പോയാൽ മതി. നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറുതാക്കുന്ന കാര്യത്തിൽ പലർക്കും ഡൗട്ട് ഉണ്ടല്ലേ, പലർക്കും തെറ്റുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഹാർട്ട് നോക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. എ നമ്പർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 10% and then it is further increased by 20%. The original number is increased altogether by. അപ്പൊ ഇവിടെ എന്താണ്? ഓവറോൾ പെർസെന്റേജ് ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നമ്പർ, ആ നമ്പർ 10% കൂടി, അത് കഴിഞ്ഞിട്ട് 20% വീണ്ടും കൂടി, അപ്പൊ മൊത്തത്തിൽ എത്ര പെർസെന്റേജ് കൂടി? എങ്ങനെ ചെയ്യും? നമ്മുടെ അടുത്ത് ഇക്വേഷൻ ഉണ്ട്. എക്സ് ആയിട്ട് നമ്മൾ എന്ത് വാല്യൂ എടുക്കുക? വേഗം പറഞ്ഞേ. എക്സ് എന്താണ് ഇവിടെ? വേഗം കമന്റ് ബോക്സ്. 10. വെരി ഗുഡ്. എക്സ് എത്രയാണ്? 10% ആണ്. വൈ എത്രയാ? ജെബിൻ? ഓക്കെ, 20% ആണ്. അപ്പൊ നമ്മള് ഇതിലേക്ക് ഇടാണ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100 ചെയ്തേ. എന്ത് കിട്ടും? ആൻസർ ഷഹന ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചെയ്തേ, ഒന്നുകൂടെ എന്നാലും ചെയ്യാം.
10 plus 20 plus 10 into 20, that is equal to 200 by 100. 2 കിട്ടും. 30 plus 2, that is equal to 32%. Very good, ഷെഹന. ആൻസർ കിട്ടിയില്ലേ? മനസ്സിലായോ? മനസ്സിലായുള്ളവരെ ഒന്ന് ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടോ? ഇതൊക്കെ സിമ്പിൾ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ല. ഇപ്പം 2 വന്നപ്പോ എക്സും വൈയും വെച്ച് ചെയ്തു. ഇനി ഇൻ കേസ് നമ്മളോട് ഒരു 3 ഒക്കെ ചോദിക്കാന്ന് കരുതാം. അപ്പം ആദ്യം ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന് ഒരു 10% കൂടി, പിന്നെ വീണ്ടും ഒരു 10% കൂടി, പിന്നെ വീണ്ടും ഒരു 10% കൂടി. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എനി ഗസ്? പുതിയ കൺസെപ്റ്റ് ഒന്നുമില്ല, അപ്പൊ ഒന്ന് ഗസ് അടിച്ച് നോക്ക്. എന്തായി ചെയ്യാം? ആരെങ്കിലും സെഡ് എന്താ ഉദ്ദേശിച്ചത്? ഇടും, സെഡ് ഇടും. ഓക്കെ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നിടും. ഓക്കെ, നല്ലൊരു ഗസ് ആണ്, പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ആദ്യം ഈ 2 വാല്യൂസ് നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ എക്സും വൈ വെച്ച് ചെയ്യാം. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, നമുക്കൊരു എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂ ഈ 10 കൂടി ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അതിന് സെപ്പറേറ്റ് ഒരു ഫോർമുല ഇല്ല. ഓക്കെ, എന്തായാലും നല്ല ഗസ് ആണ്. അപ്പൊ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 നമ്മൾ ഇതിട്ടു. അപ്പൊ എന്താ? 10 പ്ലസ് 10 പ്ലസ് 10 into 10, that is 100 by 100. ഇതൊന്നും ക്യാൻസൽ ആയി പോയി, 1 ആയി. ക്യാൻസൽ ആയില്ല, 1 ആയി. അപ്പൊ 10 21% കിട്ടി. ഇനി 21% കിട്ടിയല്ലോ. ഇത് രണ്ടും കൂടി ചെയ്തിട്ടല്ലേ 21% കിട്ടിയത്. ഈ 21% പ്ലസ് ഈ ഒരു വാല്യൂ എഴുതാം, 10% എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. അപ്പൊ എന്ത് കിട്ടും? 21 പ്ലസ് 10 പ്ലസ് 21 into 10, that is equal to 2110. പിന്നെ 100 ചെയ്തെന്ത് കിട്ടും? 2.1. 21 31 പ്ലസ് 2.1 എന്ത് കിട്ടി? 33.1 കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? പെർസെന്റേജ് കിട്ടി. 3 വന്നാൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, സെറ്റ് ആണോ? ഒരു ഹാർട്ട്. ഓക്കെ ആണെങ്കിൽ ഒരു ഹാർട്ട്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ പഠിക്കാനുള്ളത്? 31%. ഓക്കെ, നമുക്ക് കുറയ്ക്കുന്ന ഒന്ന് നോക്കി നോക്കാം. ഒരു 10% ആദ്യം കുറഞ്ഞു, വീണ്ടും ഒരു 10% കുറഞ്ഞു. ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു. നമ്മൾ കുറയാണെങ്കിലും കൂടുകയാണെങ്കിലും സെയിം ഇക്വേഷൻ ആണ്. ഇതൊന്നും ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ആരാ ആദ്യം പറയാൻ നോക്കാൻ? ഫസ്റ്റ് ആര് ആൻസർ വരും? സെയിം തന്നെയാണ്. നമ്മൾ എക്സിന് -10 ഇടുക, വൈക്ക് -10 ഇടുക, ആ ഒരു ഇക്വേഷനിലേക്ക് ഇടുക. -90 ഡിഗ്രി. -90 ഡിഗ്രി. ഓക്കെ, വെരി ഗുഡ് സഫൽ. -90 കിട്ടി അല്ലേ? 10 പ്ലസ് -10, അതായത് ബേസിക്കലി -10 വരും, ഇൻറ്റു -10 ഇൻറ്റു -10 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? -19% കിട്ടും. ഓക്കെ ആണോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഈസി അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സ്ക്വയർ വാല്യൂ ഉണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, സ്ക്വയർ വാല്യൂല് ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഒരു സൈഡ്, അതായത് എ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു സൈഡ് എന്ന് പറയുന്നത് -20% ഞാൻ അങ്ങ് കുറച്ചു. ഒരു സൈഡ് ഞാൻ -20% അങ്ങോട്ട് കുറച്ചു. ഓക്കെ, അപ്പം സ്ക്വയർ എന്ന് പറയുമ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കില്ലേ? അപ്പൊ ഒരു സൈഡ് മാത്രമായിട്ട് കുറയ്ക്കുകയല്ല, ഞാൻ മൊത്തത്തില് ഓരോ സൈഡും ഞാൻ 20% കുറച്ചു. അങ്ങനെയാണ് അതിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. ഇതെങ്ങനെ കാണാം? ഒരു ഗസ്, സെയിം കൺസെപ്റ്റ് ആണ്. ഏരിയ എത്ര പെർസെന്റേജ് കുറഞ്ഞു, അല്ലെങ്കിൽ ഏരിയ എത്രയായിരിക്കും കിട്ടുക? എത്ര പെർസെന്റേജ് കുറഞ്ഞു? അതാണ് ക്വസ്റ്റ്യൻ. ഏരിയയിൽ പെർസെന്റേജ് ചേഞ്ച് എന്താണ്? എങ്ങനെ കാണും? ഒരു സ്ക്വയറിന്റെ ഏരിയയുടെ ഫോർമുല എന്താ? ഒരു സൈഡ് എ ആണെങ്കിൽ, ഹലോ, എന്താ വരിക? എ സ്ക്വയർ ആണ് അല്ലെ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? എ ഇൻറ്റു എ ആണ് അല്ലെ? അതായത് -20% ഇൻറ്റു -20%, 2 പ്രാവശ്യം ചേഞ്ച് വന്നു.
ഇതിൽ ചേഞ്ച് വന്നു. അപ്പൊ നമ്മൾ എക്സിന് എന്ത് ചെയ്യുക, -20 എഴുതുക, വൈക്ക് എന്ത് ചെയ്യുക, -20 എഴുതുക. അപ്പൊ ഏരിയയിൽ എത്ര ചേഞ്ച് വന്നിട്ടുണ്ടാവും? നിങ്ങൾ ആ ഒരു ഫോർമുലയിൽ ഇട്ടിട്ട് ഒന്ന് പറഞ്ഞേ, x+y ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, എന്ത് ചേഞ്ച് വന്നിട്ടുണ്ടോ, എന്ത് വാല്യൂ കിട്ടി? ആരാദ്യം പറയാൻ നോക്കാൻ? മനസ്സിലായില്ലേ സംഭവം? -36%, 38 ജെബിന്. ഒന്നുകൂടി ചെക്ക് ചെയ്തൊക്കെ ജെബിൻ, 38 എങ്ങനെ കിട്ടിയേ? എക്സും വൈ എങ്ങനെ ഇടുകയാണ്. അപ്പം -20 പ്ലസ് -20 എന്ന് പറഞ്ഞാൽ ബേസിക്കലി -20 ഇൻറ്റു വരുമ്പോൾ എന്തായി, 20 × 20, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി 100 ചെയ്തു. അപ്പം -20 -4 കിട്ടി. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഈക്വൽ ടു എത്രയാണ് വരിക? 36 അല്ലേ, -36% അല്ലേ? ജെബിൻ ഒന്നുകൂടെ നോക്കി നോക്ക്, ഒന്നുകൂടെ ചെയ്ത് നോക്കും. ചെറിയ മിസ്റ്റേക്സ് ആണ്, കുഴപ്പമില്ല. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, നമുക്ക് എക്സാമിന് അത് ക്ലിയർ ആക്കാം. യെസ്, കിട്ടി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം സ്ക്വയർ എങ്ങനെയാണ്? നമുക്ക് ക്യൂബ് നോക്കിയാലോ? ഓക്കെ, ക്യൂബ് നോക്കാം. ക്യൂബ് വാല്യൂ സെയിം സാധനം. ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബ് നിങ്ങൾക്ക് അറിയാലോ, ക്യൂബ് എങ്ങനെ ഉണ്ടാവുക? ക്യൂബ് ഉണ്ട്. ക്യൂബ് പറയുമ്പോൾ നമ്മൾ ഏരിയ അല്ല പറയാം, നമ്മൾ എന്താ പറയാ? ക്യൂബിന്റെ നമ്മൾ എന്താണ് പൊതുവെ പറയാറ്? ഏരിയ അല്ല നോക്കുക, നമ്മൾ എന്താ നോക്കുക? വോളിയം. വോളിയം, വെരി ഗുഡ്. അപ്പം ക്യൂബിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് 20% നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പൊ വോളിയത്തിൽ എന്ത് ചേഞ്ച് വരും? അപ്പൊ വോളിയം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? എ ക്യൂബ് അല്ലേ? എ ക്യൂബ് അല്ലേ? ആ, അപ്പം ചെയ്ത് നോക്ക്. 3 പ്രാവശ്യം ചേഞ്ച് വന്നു. 3 പ്രാവശ്യം ചേഞ്ച് വന്നിട്ട് എന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് 20% ഉണ്ടാവും. 20%. ആദ്യം ഈ രണ്ടെണ്ണം എടുക്കുക, ഇത് എക്സും വൈ ആയിട്ടും എടുക്കുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂന്റെ കൂടെ നമ്മൾ ഇതിനെ വൈ ആക്കിയിട്ട് ചെയ്യാം. ചെയ്തിട്ട് വേഗം ആൻസർ പറഞ്ഞേ. അപ്പുറത്ത് വല്ല ഉണ്ടാവോ? ശരി, അവർക്ക് ആദ്യം ആൻസർ ഉണ്ടോ നോക്കാം. -28%. -28 ആണോ കിട്ടിയത്? മൈനസ് വരില്ലല്ലോടാ, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് 20% കൂടുക ചെയ്യുന്നത്. ഞാനത് കൊടുത്തില്ല, സോറി. +20% കൂടുക ചെയ്തു. അപ്പൊ ഒന്നുകൂടെ ചെയ്ത് നോക്ക്. 20% ഞാൻ കൂട്ടുക ചെയ്തു. വോളിയത്തിന്റെ ഒരു സൈഡിന്റെ ഇപ്പൊ എന്താ വരിക? ആര് പറയും ആദ്യം? മൈനസ് അല്ല, പ്ലസ് ആണ്. മൈനസ് കിട്ടിയാൽ ഒന്നുകൂടെ നോക്കി നോക്കിക്കേ. 72.8 ഷഹന, 72 സഫൽ. ഓക്കെ, വെരി ഗുഡ്. 72.8 ആണ് കിട്ടുക. നമ്മള് ലാസ്റ്റ് 44 + 20 + 44 × 20 ഡിവൈഡഡ് ബൈ 100. നമ്മൾ ചെറുതാക്കി നമുക്ക് 64 + 8.8 = 72.8% കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഒരു ഹാർട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട്. ഓക്കെ ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് പോകണം. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സർക്കിൾ ആണ്, സർക്കിളിന്റെ റേഡിയസ് കൂടി. എന്താ ചെയ്യാം? എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ഇട്ടാൽ മതി ആർക്കും ആദ്യം കിട്ടിയെന്ന് വെച്ചാല്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോട്ടെ.
അടുത്തത് പാസ് ആൻഡ് ഫെയിൽ. അപ്പൊ നമ്മളിപ്പം പെർസെന്റേജ് എറർ പഠിച്ചു, ഓവറോൾ പെർസെന്റേജ് ചേഞ്ച് പഠിച്ചു. പിന്നെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പാസ് ആൻഡ് ഫെയിൽ. ഇപ്പം എക്സാമിന് ഇത്ര ശതമാനം കിട്ടി, ഇത്ര ശതമാനം കുറഞ്ഞു, അപ്പൊ ഇത്ര ടോട്ടൽ പെർസെന്റേജ് എത്രയാണ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് പാസ് ആവണം. പാസ് ആവാനുള്ള റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. അതായത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് 40% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി. ഓക്കെ, ഒരാൾക്ക് കിട്ടിയത് 227 ആണ്. ഒരു കുട്ടിക്ക് 227 കിട്ടി. അപ്പൊ ആൾ പക്ഷെ എന്ത് സംഭവിച്ചു? ഫെയിൽ ആയി. എത്ര മാർക്കിന് ഫെയിൽ ആയി? 13 മാർക്കിന് ഫെയിൽ ആയി. ഓക്കെ, പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% ആണ്. ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 227 ആണ്. 13 മാർക്കിന് ആള് ഫെയിൽ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാർക്ക്, ആ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് എത്രയായിരുന്നു? അതാണ് ചോദ്യം. എന്തെങ്കിലും ഗസ് ഉണ്ടോ? എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 40%, ഇവിടെ 40% എത്ര മാർക്കാന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞ, ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് 40% എത്ര മാർക്ക് ആയിരിക്കും ഒന്ന് പറഞ്ഞു. ടു ഫോർട്ടി എങ്ങനെ കിട്ടി? 40% ഈക്വൽ ടു എങ്ങനെ കിട്ടി? നമുക്ക് തന്നിട്ടുള്ള ഒരു മാർക്ക് 227 ആണ്. ആ 227 ഫെയിൽ ആണ്, കാരണം ആള് 13 മാർക്ക് കുറവാണ്. അതായത് 13 മാർക്ക് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്തായിരിക്കും? പാസ് മാർക്കാണ്, അതായത് 40% ആണ്. യെസ്, വെരി ഗുഡ്. അപ്പൊ എന്ത് കിട്ടി? 240 കിട്ടി. ഓക്കെ, 240 കിട്ടി. 240 എന്ന് പറയുന്നതാണ് പാസ് മാർക്ക്. അപ്പൊ 40% എന്ന് പറയുന്നത് 240 ആണ്. അപ്പൊ 1% എത്രയാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. നമുക്കൊരു പെർസെന്റേജ് വാല്യൂ തന്നു, അതിൽ നിന്ന് നമ്മൾ 1% കണ്ടു, പിന്നെ നമ്മൾ 100% കണ്ടു, അല്ലെ? നമ്മൾ ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിച്ചതാണ്. അപ്പൊ 1% എത്രയാ? 40% 240 ആണെങ്കിൽ 1% എത്രയാ? എത്രയാ? എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ ആ പെർസെന്റേജ് വാല്യൂ 40. എത്ര കിട്ടും? യെസ്, വെരി ഗുഡ് നിത, 6 കിട്ടി അല്ലെ? 1% എന്ന് പറയുന്നത് 6 ആണ്. 1% 6 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 6 into 100. അപ്പൊ ടോട്ടൽ മാർക്ക് എത്രയാ? 6 into 100, that is 600. ഓക്കെ, 6 into 100, 600. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് സെയിം കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ തന്നാ നിങ്ങൾ ചെയ്യോ? ഒരാള് പാസ്സാവാനുള്ള മാർക്ക് 35%. ഒരു എക്സാമിന്റെ 35% മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പാസ്സാവും. ആൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 189 ആണ്. 189 ആണ് മാർക്ക് കിട്ടിയത്. ആള് പാസ്സാവുകയാണ് ചെയ്തത്, ഫെയിൽ ആവുകയാണ് ചെയ്തത്? പാസ്സായി. 40 മാർക്കിന് പാസ്സായി. 14 മാർക്കിന് ആള് പാസ്സായി. ഓക്കെ, അതായത് അയാൾക്ക് പാസ്സാവുന്ന മാർക്കിനേക്കാളും 14 മാർക്ക് കൂടുതലാണ്. അതാണ് ഈ 189. അപ്പൊ ആള് പാസ്സായി. ഓക്കെ, അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ടോട്ടൽ എത്ര മാർക്കിനാണായിരുന്നു ആ എക്സാം? ഇതെങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് പറഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ചെയ്തിട്ട് ആൻസർ പറയാം. എന്ത് വേണം? പറഞ്ഞു പോകുന്നു. ഓക്കെ, മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിച്ചോ കേട്ടോ. എനിക്ക് ആളെ പേര് കിട്ടില്ല എന്നേ ഉള്ളൂ. സംസാരിച്ചോ, എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി പറയുന്ന പോലെ ഇരിക്കും. 175 പാസ് മാർക്ക് എങ്ങനെ കിട്ടി? 175 എങ്ങനെ കിട്ടി? നമുക്കറിയാം 35% ആണ് പാസ് മാർക്ക്. 35%-നേക്കാളും 14 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക്, അതായത് 189 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്ര കുറച്ച ആ ഒരു മാർക്ക് കിട്ടും അല്ലെ? എത്ര കിട്ടും? 175 കിട്ടും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 35% എന്ന് പറയുന്നത് 175 ആണെങ്കിൽ 1% എത്രയായിരിക്കും? കാണുന്നില്ലേ? 1% എത്രയായിരിക്കും? എത്രയാ 1% എത്രയാ? 5 ആണ് ഷഹന, വെരി ഗുഡ്. 1% 5 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 5 into 100 എത്രയാ? 500 അല്ലേ? യെസ് നിത, വെരി ഗുഡ്. 500 ഷഹന, വെരി ഗുഡ്. 500 ആണ് ആളുടെ മൊത്തം മാർക്ക്. 500-ന്റെ അകത്ത് 189 മാർക്ക് കിട്ടിയിട്ട് ആള് പാസ്സായിട്ട്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റുഡന്റ് ഹാസ് ടു സെക്യൂർ 35% മാർക്സ് ടു പാസ് ഇൻ എ സബ്ജക്ട് ഇഫ് ഹി ഗെറ്റ്സ് 32 ആൻഡ് ഫെയിൽ ബൈ 23 മാർക്സ്. ഒരു മിനിറ്റ്,
If he gets 82 and fail by 23 marks, what is the maximum mark of the subject? Same question. ഒന്നുകൂടെ നീട്ടി വലിച്ച് പറഞ്ഞേ. ഒരാൾക്ക് പാസ് ആവാനുള്ള മാർക്ക് എത്രയാ? പാസ് ആവാനുള്ള മാർക്ക് എത്രയാ? 35% ആണ്. ആൾക്ക് 82 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിൽ ആയിട്ടുണ്ട്. എത്ര മാർക്കിന്? 23 മാർക്കിന് ഫെയിൽ ആയി. ഓക്കെ, 23 മാർക്കിന് ഫെയിൽ ആയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര? നേരത്തെ ചെയ്ത സെയിം സാധനം പറഞ്ഞേ. ആരാദ്യം പറയുന്നത്? $105 പാസ് മാർക്ക്. ഓക്കെ, പാസ് മാർക്ക് 105. That is 35% എന്ന് പറയുന്നത് ഈ 82 പ്ലസ് 23 that is equal to 105. 300 നിത പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും 300 ആണോ കിട്ടിയത്? പാസ് മാർക്ക് 105. അപ്പൊ 1% എന്ന് പറയുന്നത് 105 ഡിവൈഡഡ് ബൈ 35 ഈക്വൽ ടു എത്ര പെർസെന്റേജ് കിട്ടും? 3 കിട്ടും. അപ്പൊ 100% 300. വെരി ഗുഡ്. സ്ക്രീന് കാണുന്നില്ല അല്ലേ? ഗ്ലിച്ച് വരുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? അടുത്തത് 40% are the passing mark. A student get 250 mark yet passed by 10 mark. What is the maximum mark? Same question. ആദ്യം ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്തോ. Answer 600. Shahana, Nida, Safal. Very good. 600 getting right. 220 divided by 40, 680. Up 100%. 6 into 100, 600. Very good. Okay, no? Doubt on the Okay. So at the first, a student gets 30% marks and failed by 108 marks, and another student gets 52 marks and his marks is 24 more than minimum pass mark. Find minimum pass mark. Minimum pass mark കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്യാം? ഇത് ഞാൻ ചെയ്തുതരാം. ഓക്കെ, ഒരു സ്റ്റുഡന്റിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 30% മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്ര പാസ് മാർക്ക് എത്രയാണെന്ന് കൊടുത്തില്ല, നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പാസ് മാർക്ക് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ടോട്ടൽ മാർക്ക് എത്ര കണ്ടുപിടിച്ചു നമ്മൾ ഓൾറെഡി, എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇവിടെ പാസ് മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരാൾക്ക് 30% കിട്ടി. 30% കിട്ടി, പക്ഷെ എന്താ 108 മാർക്കിന് ഫെയിൽ ആയിപ്പോയി. അതായത് 30% പ്ലസ് 108 മാർക്കാണ് എന്ത്? പാസ് മാർക്ക് എന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ? ഓക്കെ. And another student, മറ്റൊരു കുട്ടിക്ക് get 52% mark and his mark is 24 more than minimum pass mark. മറ്റൊരു കുട്ടിക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 52% കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് എത്ര കൂടുതലാണ്? 24% കൂടുതലാണ്. അതായത് ഈ 52% 24 മാർക്ക് കുറച്ചാല് പാസ് മാർക്കിലെത്തി. അപ്പൊ ഇത് 2 പാസ് മാർക്ക് അല്ലേ? ഇത് ഈക്വൽ ടു ഇട്ടിട്ട് എഴുതിക്കൂടെ? ഡൗട്ട് ഉണ്ടോ? ഞാനിവിടെ ഈക്വൽ ടു ഇട്ടിട്ട് എഴുതിയതിന് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇവിടെ ഈക്വൽ ഉദ്ദേശിക്കുന്ന എന്താണ്? മിനിമം പാസ് മാർക്ക്. അതാണ് നമുക്ക് കാണേണ്ടത്. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഈ എക്സും വൈയിൽ ആൾജിബ്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പോലെ എക്സും വൈ ഒക്കെ ഒരു സൈഡിലേക്ക് ആക്കുന്ന പോലെ പെർസെന്റേജും നമ്പേഴ്സ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 52% മൈനസ് 30% ഈക്വൽ ടു 108%. 108 മൈനസ് 24 എന്ത് കിട്ടും? 22% ഈക്വൽ ടു എത്ര കിട്ടി? 132. ഇവിടെ മൈനസ് വരും, പ്ലസ് ആവേ 132 കിട്ടും. ഓക്കെ, ഇത്ര മനസ്സിലായോ? ചെയ്ത് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, ഇത്ര കിട്ടിയില്ലേ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്തുകൂടെ? 1% എത്രയായിരിക്കും? അപ്പൊ 22% ആണ് പാസ് മാർക്ക്. ആ മാർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ 1% എത്രയാണ്? 132 by 22 എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ, അപ്പൊ 100% എത്രയാ?
600 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. 22% അല്ല, എത്ര പെർസെന്റേജ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, നമുക്ക് ഇതിൽ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് 30%. ഈ 30% ഇൻറ്റു നമുക്ക് ഒരു പെർസെന്റേജ് എത്രയാണെന്ന് വന്നിട്ടുണ്ട്, ഇൻറ്റു 6 ചെയ്ത് നോക്കിക്കൂടെ? എന്ത് കിട്ടും? 30 ഇൻറ്റു 6 എത്ര കിട്ടും? 288 എന്ന് കിട്ടും. ഓക്കെ, 288 എന്ന് കിട്ടും. 288 കിട്ടി. ഇനി ആ ടോട്ടൽ മാർക്ക്, നമുക്ക് ടോട്ടൽ മാർക്ക് 600 ആണ് മനസ്സിലായി. 288 ആണ് നമ്മുടെ പാസ് മാർക്ക്. അപ്പൊ എത്ര പെർസെന്റേജ് ആണ് കാണുന്നത്? പെർസെന്റേജ് കാണാൻ എങ്ങനെയാ? നമ്മള് എക്സാമിനൊക്കെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ 288 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് 600 ഇൻറ്റു 100 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ എത്ര പെർസെന്റേജ് കിട്ടും? ചെയ്തേ, എന്ത് കിട്ടി? ഹലോ, ആർക്കെങ്കിലും ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? ക്വസ്റ്റിന്റെ ആൻസർ ഒന്നുകൂടെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നുകൂടെ പറയാം മിസ്, എനിക്ക് തോന്നി, കാരണം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെ തോന്നി. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം 30% ഞാൻ ഒന്നുകൂടെ. ഓക്കെ, ഫസ്റ്റത്തെ സെന്റൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളിവിടെ എന്താ എഴുതിയത്? ഈക്വൽ ടു ഇട്ട് എഴുതി. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് കിട്ടി 30%, ഒരു കുട്ടിക്ക് 30% കിട്ടിയ 30%. അപ്പൊ എത്ര ഫെയിൽ ആയി? പക്ഷെ ഫെയിൽ ആയി, 108 മാർക്കിന് ഫെയിൽ ആയി. അതായത് 108 മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് പാസ് മാർക്ക് കിട്ടുകയാണ്. അതാണ് ഞാൻ പ്ലസ് 108 ചെയ്തത്. ഈക്വൽ ടു മറ്റൊരു കുട്ടിയുണ്ട് 52%. ആള് എന്തായിട്ടുണ്ട്? പാസ് ആയിട്ടുണ്ട്. എത്ര മാർക്കിന് പാസ്സായി? 24 മാർക്കിന് പാസ്സായി. അതായത് ആ ഒരു 52%ന് 24 കുറച്ചാലും പാസ് മാർക്കാണ്. അപ്പൊ ഇത് രണ്ട് പാസ് മാർക്കാണ്. അതുകൊണ്ടാണ് ഞാനത് ഈക്വൽ ടു സൈനിൽ എഴുതിയത്. പിന്നെ എന്ത് ചെയ്തു? രണ്ടും ഓരോരോ സൈഡിലേക്ക് മാറ്റി. അപ്പം 52% മൈനസ് 30% ഈക്വൽ ടു എന്ത് കിട്ടി? ഈ 108 മൈനസ് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും, 24 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 22% ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടി? 132 കിട്ടി. ഇത്ര നമുക്കറിയാം. ഇത്രയൊക്കെ ആണോ? 22% 132 ആണെങ്കിൽ 1% എത്രയാണ്? നമ്മൾ ഓൾറെഡി ചെയ്താണ്. 132 ഡിവൈഡഡ് ബൈ 22 കിട്ടിയാൽ 6 കിട്ടി. പിന്നെ നമുക്ക് ടോട്ടൽ മാർക്ക് കാണാം. ടോട്ടൽ മാർക്ക് ചെയ്യുമ്പോൾ 1% 6 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 6 ഇൻറ്റു 100 600 കിട്ടി. ഇത് ടോട്ടൽ മാർക്കും കിട്ടി. ഓക്കെ, ഇനി ഈ 288 എവിടുന്ന് വന്നു എന്നാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? എത്ര പെർസെന്റേജ് ആണ്? പാസ് മാർക്ക് ആണ് കിട്ടേണ്ടത്. ഇവിടെ ഇപ്പൊ ടോട്ടൽ മാർക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പാസ് മാർക്കിന്റെ പെർസെന്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എങ്ങനെ കാണാം? നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പെർസെന്റേജ് എടുത്തു. ഇപ്പൊ 30 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 30 ഇൻറ്റു 6 30% നമ്മൾ എടുത്തു. 30 ഇൻറ്റു 6 എന്താ? 1% ആണ്. 1% 6 ആണ്. അതിന്റെ 30% എന്താ? 30 ഇൻറ്റു 6 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 288 എന്ന് കിട്ടും ഇല്ലേ? അല്ല സോറി, 288 കിട്ടില്ല. ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ പ്ലസ് 108 ചെയ്തു. അതായത് ഈ വാല്യൂ ആണ് നമ്മുടെ പാസ് മാർക്ക്. അപ്പൊ 30% നമ്മൾ കണ്ടു. 30% പ്ലസ് 108 എനിക്ക് 288 കിട്ടും. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ മാർക്ക് 288 ആണ്. ഇനി അത് എത്ര പെർസെന്റേജ് ആണെന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര പെർസെന്റേജ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 288 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം. നമ്മള് എന്ത് ചെയ്യും? നമ്മൾ മാർക്കൊക്കെ കൂട്ടുന്ന പോലെ, നോർമലി മാർക്ക് കൂട്ടുന്ന പോലെ 288 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് 600 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ചെയ്തിട്ട് എത്ര കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞായിരുന്നോ? ക്ലിയർ ആണോ? ഇന്ന് ആൻസർ പറഞ്ഞേ. ചെയ്തിട്ട് എന്ത് കിട്ടി? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു പാർട്ടാണ്. അപ്പൊ ഈ ഒരു സെക്ടർ ഫുൾ എടുത്തു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 52% മൈനസ് 24 ഈ 1% കിട്ടിയില്ലേ? ആദ്യം നിങ്ങൾക്ക് 52% കണ്ടുപിടിക്കാം. അപ്പൊ എന്താ? 6 ഇൻറ്റു 52 ആ കിട്ടുന്ന വാല്യൂ മൈനസ് 24 ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 288 കിട്ടും. ഇല്ലെങ്കിൽ 30% 1% 6 കിട്ടിയില്ലേ? ഇൻറ്റു
ഓക്കെ 48% നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓക്കെ മറിയ, വെരി ഗുഡ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് താ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ കമന്റിൽ വെച്ചോ. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ഡൗട്ട് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ 30% കണ്ടുപിടിക്കുക +108, അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ഇല്ലെങ്കിൽ 52% കണ്ടുപിടിക്കുക -28. അത് കിട്ടുന്ന രണ്ട് വാല്യൂസ് സെയിം ആയിരിക്കും. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വാ. അടുത്തത് പാസ് ആൻഡ് ഫെയിൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ടോട്ടൽ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക, പാസ് മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക ചെയ്തു. ഇനി അടുത്തൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എലക്ഷൻ കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ടുള്ള വളരെ രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ അടുത്ത എലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. There are two candidates in an election. One candidate gets 54% of the total and won by 1,600 votes. What is total vote? അപ്പൊ എന്താണ്, രണ്ട് കാൻഡിഡേറ്റ്സ് ഉണ്ട്, രണ്ട് മത്സരാർത്ഥികളുണ്ട്, ഒരു എലക്ഷൻ ആണ്. ഒരു കാൻഡിഡേറ്റിന് 54% വോട്ടാണ് കിട്ടിയത്, ജയിച്ചു. 54% ആകുമ്പോൾ പകുതിയിൽ കൂടുതലുണ്ട്, അപ്പൊ ജയിച്ചു. എത്ര? 1/1600 വോട്ട്. എത്ര വോട്ടിനാണ് ജയിച്ചത്? 1600 വോട്ടിന് ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോട്ട് എന്തായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ അല്ലേ. ടോട്ടൽ വോട്ട് എത്രയാണ്? 100% ആണ്. ഈ 100% രണ്ട് കാൻഡിഡേറ്റ്സ് വോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് കാൻഡിഡേറ്റ്സിനാണ് വോട്ട് ചെയ്തത്. ഒരാൾക്ക് എത്രയാണ്? 54% ആണെങ്കിൽ മറ്റേ കാൻഡിഡേറ്റിന് എത്ര കിട്ടിയിട്ടുണ്ടാവും? 100% 54% ഒരു കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാൻഡിഡേറ്റിന് എത്ര പെർസെന്റേജ് കിട്ടിയിട്ടുണ്ടാവും? 46% കിട്ടിയിട്ടുണ്ടാവും. ഡൗട്ടില്ലല്ലോ, 46% കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടുന്ന് എത്ര കുറഞ്ഞു? 54ന്ന് 46ലേക്ക് എത്ര പെർസെന്റേജ് കുറവുണ്ട്? എത്ര പെർസെന്റേജ് കുറവുണ്ട്? 54 - 46 എത്ര പെർസെന്റേജ് കുറവുണ്ട്? 8% കുറവുണ്ട് അല്ലെ? ഈ 8% ആണ് ബേസിക്കലി എത്ര? 1600. മനസ്സിലായോ? കാരണം എന്താ, എത്ര വോട്ടിന് ജയിച്ചു എന്ന് വെച്ചാൽ ആ ഒരു ഡിഫറൻസിലുള്ള പെർസെന്റേജിനുള്ള വോട്ടിന് ജയിച്ചു. ഓക്കെ, 8% വോട്ടാണ് 1600. ഓക്കെ, ടോട്ടൽ വോട്ടാണ് കണ്ടുപിടിക്കുന്നത്. 8% 1600 ആണെങ്കിൽ 1% എത്രയായിരിക്കും? എത്രയായിരിക്കും? 8% 1600 ആണെങ്കിൽ 200. വെരി ഗുഡ്. എങ്ങനെ കണ്ടുപിടിക്കും? 1% = 1600 ഡിവൈഡഡ് ബൈ 8 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? 200 കിട്ടും. ഓക്കെ, 200. അപ്പൊ 100% എത്രയാ? 100% എത്രയാ? 200 × 100 എത്രയാ? 20,000 വോട്ടേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ എത്ര വോട്ടേഴ്സ് ഉണ്ട്? യെസ്, ഇതാ വെരി ഗുഡ്. 20,000 വോട്ടേഴ്സ് ഉണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയ ഒരു ഹാർട്ട്യം വെച്ചോട്ടെ. വേറെ എന്തെങ്കിലും മാറ്റി പഠിക്കാം അടുത്ത ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. An election were fought between two candidates. Again, one candidate got 56% votes and won by the election by 130. ചെറിയ മണ്ഡലം തോന്നുന്നു. 132 വോട്ടിന് 56% വോട്ടിൽ ജയിച്ചിട്ടുണ്ട്. Find the number of total votes. നേരത്തെ ചെയ്ത സെയിം ആണ്. നിങ്ങൾ ചെയ്യുന്ന ഞാൻ ചെയ്യണം. ഞാൻ ചെയ്യണമെങ്കിൽ തംസ് ഡൗൺ പറ, നിങ്ങൾ ചെയ്യണമെങ്കിൽ തംസ് അപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തോ. ആദ്യം ആര് പറയുന്നുണ്ട്? ചാർജ് ചെയ്യണം. അതെ, പറഞ്ഞോ. 4:30 സ്റ്റാർട്ട് ചെയ്തല്ലേ? 5:30 ഇപ്പൊ കഴിയും. $1,100. ഓക്കെ, നോക്കാം. 1,100. വെരി ഗുഡ്. എങ്ങനെ ചെയ്യാം? 100% ഒന്നുകൂടെ പറയാണ്, ആർക്കെങ്കിലും മിസ്സാവോന്ന് എഴുതിയിട്ടാണ്. 56% പറഞ്ഞു. അപ്പൊ അപ്പുറത്ത് എത്രയായിരിക്കും? 44% ആയിരിക്കും. ഇതിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 12% ആണ്. ബേസിക്കലി 12% ആണ് 132 വോട്ട്. അപ്പൊ ചെറിയ മണ്ഡലം അല്ലെ? 132 വോട്ട്സ്. അപ്പൊ ടോട്ടൽ വോട്ട് 1% കണ്ടുപിടിക്കുക. 132 ഡിവൈഡഡ് ബൈ 1100. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
An election were fought between two candidates. One candidate got 42% votes and lost the election by 336 votes. Okay. 50% താഴെ പോയ ഓഫ്കോഴ്സ് ആ വ്യക്തി തോൽക്കും. അപ്പൊ 42% വോട്ടില്, അതായത് 336 വോട്ടിന് ആള് തോറ്റു. ഫൈൻഡ് നമ്പർ ഓഫ് ടോട്ടൽ വോട്ട്സ് ഓഫ് വിന്നർ കാൻഡിഡേറ്റ്. ജയിച്ച കാൻഡിഡേറ്റിന്റെ വോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ജയിച്ച ആൾക്ക് എത്ര കിട്ടി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ ചെയ്തുതരാം. 100% ആണ്. അഗെയിൻ നമ്മൾ സ്പ്ലിറ്റ് ഇട്ടു. ഒരാൾക്ക് 42% ആണെങ്കിൽ മറ്റൊരാൾക്ക് എത്ര കിട്ടും? 58% ആയിരിക്കും കിട്ടും അല്ലെ? ജയിച്ച ആൾക്ക് ഇയാളാണ് ജയിച്ചത്. ഓക്കെ, ജയിച്ച ആൾക്ക് 58% കിട്ടി. അപ്പൊ ഇവിടെ നിന്നുള്ള ഡിഫറൻസ് എന്താണ്? 16% ആണ്. തോറ്റാളെയും കാട്ടും 16% വോട്ട് കൂടുതലാണ് ആർക്ക്? ജയിച്ച ആൾക്ക്. ഈ 16% ആണ് എത്ര? 336 വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1% വോട്ട് എത്രയായിരിക്കും? 1% വോട്ട് എത്രയാ? 336 ഡിവൈഡഡ് ബൈ 60 എത്ര കിട്ടും? 21 കിട്ടും. 21 കിട്ടും. 21 ഇത് 21 ആണെങ്കിൽ 320. ഓക്കെ, 1% 20 ആണെങ്കിൽ 58% എത്രയായിരിക്കും? അല്ല, എന്ത് പറ്റി? എത്ര കിട്ടുക? അതല്ല, ഞാൻ തെറ്റിപ്പോയതാണ് മിസ്. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഇവിടെ തെറ്റുന്ന ഒരു പ്രശ്നമില്ല. നമുക്ക് എക്സാമിനെ തെറ്റിപ്പോകാതിരുന്നാൽ മതി. 9 point something കിട്ടും into 58. ഓക്കെ, നമ്മൾ ഇങ്ങനെയല്ല കേട്ടോ പോവാ. ഒരു മിനിറ്റ്, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, 336 കിട്ടിയില്ലേ? 336 ഡിവൈഡ് ബൈ 16 ദാറ്റ് ഈസ് 1% into 100 ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ? 2100. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്തത് വെൻ ഡയഗ്രം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചതാണ് ഓൾറെഡി. എത്ര പേര് പഠിച്ചിട്ടുണ്ട്? പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ ക്ലാസ് എടുത്തതാന്ന് തോന്നുന്നു അല്ലെ? വെൻ ഡയഗ്രം നമ്മൾ എങ്ങനെയാ ബേസിക്കലി കുറച്ച് റൗണ്ടും പല ഷേപ്സിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഡാറ്റ അത് കാണിച്ചു തരുന്നതാണ് വെൻ ഡയഗ്രം. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. പെർസെന്റേജ് വെച്ചിട്ട് എങ്ങനെയാ വരിക? അപ്പൊ ഇന്ത്യൻ ഓഫീസ്, ഒരു ഓഫീസ് ഉണ്ട്. ഓഫീസിൽ കുറച്ച് ആൾക്കാരുടെ ഒരു രീതിയാണ്. അവിടെ ഓഫീസിലുള്ള ആൾക്കാരിൽ ടീ കുടിക്കുന്ന ആൾക്കാർ ഒരു 55%, അതായത് ആ ഓഫീസിൽ മൊത്തം 55% ആൾക്കാർക്ക് ടീ ഇഷ്ടമാണ്. കോഫി കുടിക്കുന്ന ആൾക്കാരോ എത്ര പേരുണ്ട്? 40% ഉണ്ട്. 40% ആൾക്കാർക്ക് കോഫി കുടിക്കാനും ഇഷ്ടമാണ്. ഓക്കെ, രണ്ടും കുടിക്കാൻ ഇഷ്ടമുള്ളവര് എന്നെ പോലത്തെ രണ്ടും കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാര് 11% ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഇഷ്ടമില്ലാത്ത നെയ്തർ കോഫി നെയ്തർ ടീ നോർ കോഫി രണ്ടും ഇഷ്ടമല്ലാത്ത, ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലാത്ത എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ വെൻ ഡയഗ്രം വെച്ചിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ വെൻ ഡയഗ്രത്തിൽ സൂചിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും മൈക്ക് ഓൺ ആക്കി പറയാൻ പറ്റും? എങ്ങനെ ഉണ്ടാവും? സർക്കിളിന്റെ ഉള്ളിൽ സർക്കിൾ ആണോ? സർക്കിളിന്റെ സൈഡിൽ സർക്കിൾ ആണോ? എങ്ങനെ ഉണ്ടാവുക? എനിവൺ? ഹലോ, 10 പേരുണ്ടോ? ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ആക്കി പറ. കുറെ നേരം ഞാൻ മാത്രമല്ലേ സംസാരിക്കുന്നുള്ളൂ. വെൻ ഡയഗ്രത്തില് എങ്ങനെ ഉണ്ടാവും? പഠിച്ചല്ലേ നിങ്ങള്? ഓക്കെ, ഞാൻ വരയ്ക്കാം. ഒരു സർക്കിള് ടീനെ റെപ്രസെന്റ് ചെയ്തിട്ട് മറ്റൊരു സർക്കിള് കോഫിനെ റെപ്രസെന്റ് ചെയ്തിട്ട് രണ്ടും കൂടി ചെറിയ രീതിയിൽ കണക്ഷൻ വരുന്ന പോലെ. കാരണം എന്താ? രണ്ടും കുടിക്കുന്ന ആൾക്കാരുണ്ട്. നൽ സർക്കിൾ. ഓക്കെ, കാരണം എന്താ? 55% ആൾക്കാർ ടീ കുടിക്കും. മൊത്തം 55% ടീ ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ടീ ആണ്. കളർ കൊടുക്കാം. 55% ടീ കൊടുക്കും. പക്ഷെ രണ്ടും കുടിക്കുന്ന ആൾക്കാരല്ല 11% ഉണ്ട്. അപ്പം ടീ മാത്രം കുടിക്കുന്ന എത്ര പേരുണ്ട്?
ടീ മാത്രം കുടിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ എത്ര പേരുണ്ട്? ഇത് ടീ ആണ്. ടീ മാത്രം കുടിക്കുന്ന എത്ര പേരുണ്ട്? 55% ആൾക്കാർക്ക് ചായ ഇഷ്ടമാണ്. അതിൽ 11% ആൾക്കാർ എത്രയാണ് ഈ ചായയും കുടിക്കും കോഫിയും കുടിക്കും. ഓക്കെ, അപ്പൊ ടീ മാത്രം കുടിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? വേഗം പറഞ്ഞേ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? വേഗം, നമുക്ക് ഇങ്ങനെ ലാഗ് അടിച്ച് പോകണ്ട. 15 മിനിറ്റ് എടുത്ത്. ഇനി ആരെങ്കിലും ഒന്ന് മൈക്കോൺ ആക്കി പറ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോ. 66 അല്ല, കൂട്ടല്ല വേണ്ട, കുറയ്ക്കാ വേണ്ടേ. അതായത് ഇപ്പം ടീ കുടിക്കാൻ തെറ്റിയത് കുഴപ്പമില്ല, 44. ഓക്കെ, മറിയ ഇറ്റ്സ് ഫൈൻ. കാരണം നമ്മൾ 55% എത്രയാണ് ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതിൽ 11% രണ്ടും കുടിക്കാൻ ഇഷ്ടമുള്ളവരാണ്. 11% ആൾക്കാർക്ക് കോഫിയും കുടിക്കാൻ ഓക്കെയാണ്. അപ്പം ടീ മാത്രം കുടിക്കാൻ ഇഷ്ടമുള്ളവർ എത്രയാണ്? 55. ഈ 11% ആൾക്കാരെ കുറയ്ക്കുകയാണ്. ടീ മാത്രമാണ് അവർ കുടിക്കുക. അപ്പൊ എത്രയാ? 55 11 കുറച്ചാൽ 44%. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ആ, അങ്ങനെയാണെങ്കിൽ കോഫി കുടിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കോഫി മാത്രം കുടിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കോഫി മൊത്തത്തിൽ എത്രയാണ്? 40 പേര്, 40% ആൾക്കാർക്കാണ് കോഫി ഇഷ്ടം. അതിൽ കോഫി മാത്രം കുടിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? 29. ഓക്കെ, വെരി ഗുഡ്. 29% ആൾക്കാർക്ക് കോഫി ഇഷ്ടമാണ്. ഓക്കെ, ഇനി ടീ, നെയ്തർ ടീ നോർ കോഫി. ടീയും കോഫിയും ഇഷ്ടമല്ലാത്ത എത്ര പേരുണ്ട്? ഓക്കെ, നെയ്തർ ടീ നോർ കോഫി, അതാണ് ചോദ്യം. ടീയും കോഫിയും ഇഷ്ടമല്ലാത്ത എത്ര പേരുണ്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 3 വാല്യൂ ഇട്ടിട്ടുണ്ട്. 44% ഉണ്ട്, 11% ഉണ്ട്, 29% ഉണ്ട്. ഇത് 3 ആദ്യം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് എന്ത് കിട്ടും? പ്ലസ് 11% പ്ലസ് 29%. ആഡ് ചെയ്ത് എത്ര കിട്ടും? 16 ആണ്. ക്യാൻസർ പറഞ്ഞാണോ 16? ഓക്കെ, വെരി ഗുഡ്. ആഡ് ചെയ്ത് നമുക്ക് 84% കിട്ടും. അപ്പൊ ടോട്ടലിന് 84% കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാണ്? 100 ആണ്. നമ്മളെപ്പോഴും പെർസെന്റ് ആണ്. അപ്പൊ 100 ആണ്. 100 മൈനസ് 84 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 16% കിട്ടും. 16 ആരെയെന്ന് പറഞ്ഞാൽ ഹാദിയ. എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, 16 പറഞ്ഞ ആള് ഓക്കെ, കറക്റ്റ് ആണ്. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഒരു ഹാപ്പ് നോക്കട്ടെ ക്ലിയർ ആണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഗെയിമാണ്. ആ ഗെയിമില് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് 63% ഉണ്ട്. സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഹോക്കി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹോക്കി കളിക്കാൻ അറിയുന്ന ആൾക്കാര് 42% ഉണ്ട്. ഓക്കെ, രണ്ടും കളിക്കാൻ അറിയുന്ന ആൾക്കാര് എത്ര പേരുണ്ട്? 19% ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നെയ്തർ ക്രിക്കറ്റ് ഓർ നോർ ഹോക്കി എത്ര പേരുണ്ടാവും എന്നാണ് ചോദ്യം. സെയിം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ പറ്റുമോ? വെൻ ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യും? ക്രിക്കറ്റ് മാത്രം, ക്രിക്കറ്റ് 63% ആണ് പറഞ്ഞത്. ഹോക്കി 42% ആണ്. രണ്ടും കളിക്കുന്നത് 90% ആണ്. അപ്പൊ ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? വേഗം പറഞ്ഞേ. ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന 63 മൈനസ് 90, 44%. ഷഹന, മറിയ, ഓക്കെ, വെരി ഗുഡ്. 44%. അങ്ങനെയാണെങ്കിൽ ഹോക്കി മാത്രം കളിക്കുന്ന ക്രിക്കറ്റ് ആണ്, ഹോക്കിയാണ്. 23% ആണ്. ഓക്കെ, 43. കുറെ വാല്യൂസ് ഒന്നല്ലോ. 42 19 കുറയ്ക്കാം, 23 ആണ്. ഓക്കെ, 23%. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 44% പ്ലസ് 19% പ്ലസ് 23%. വീണ്ടും എത്ര കിട്ടി? 86 കിട്ടി. 86%. അങ്ങനെയാണെങ്കിൽ രണ്ടും ഇഷ്ടമല്ലാത്ത എത്ര പേരുണ്ട്? എത്ര ഉണ്ട്? 14. ഹാദിയ, വെരി ഗുഡ്. ഹാദിയ അല്ലേ നേരത്തെ ആൻസർ പറഞ്ഞ? വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നെക്സ്റ്റ്. ഇൻ an examination 47% failed in mathematics and 62% failed in English. ഇത് കണ്ടാൽ നമ്മൾ നേരത്തെ ഫെയിൽ ആൻഡ് പാസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ബേസിക്കലി ഇത് വെൻ ഡയഗ്രം ആണ്. If 80% failed in both the subject, the percentage of students who passed in both subject was എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ? ബോത്ത് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ എന്താ ഒരു
എക്സാം നടക്കുകയാണ്. ആ എക്സാമിൽ 47% പേര് മാത്സ് തോറ്റു, 32% ആൾക്കാര് ഇംഗ്ലീഷും തോറ്റു. ഓക്കെ, 47% മാത്സും തോറ്റു, 32% ഇംഗ്ലീഷും തോറ്റു. ഇഫ് 80% ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്ട്, 18% ആൾക്കാർ രണ്ട് സബ്ജക്റ്റിലും തോറ്റിട്ടുണ്ട്. ദ പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട് എത്രയാണ്? രണ്ട് സബ്ജക്റ്റിലും പാസ് ആയത്. നേരത്തെ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആൻസർ പറയില്ലേ? നിങ്ങൾ പറയോ ഞാൻ പറയണോ? നിങ്ങൾ പറയോ ഞാൻ പറയണോ? ഇവിടെ പറഞ്ഞേ, മാത്സിൽ മാത്രം തോറ്റ എത്ര പേരുണ്ട്? 29, 47 മൈനസ് 18, 29%. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് മറ്റേ സബ്ജക്റ്റിന് മാത്രം തോറ്റ എത്ര പേരുണ്ട്? 14%. ടോട്ടൽ മൊത്തം തോറ്റ എത്ര പേരുണ്ട്? 29 പ്ലസ് 18 പ്ലസ് 14 എത്ര കിട്ടും? 61 അല്ലേ? അപ്പൊ 100 61 കുറച്ചാല് ആൻസർ എന്താ? രണ്ടിലും പാസ്സായ എത്ര പേരുണ്ട്? 39% ഉള്ളൂ. ആ ക്ലാസ് ടീച്ചർ അവസ്ഥ നിലയിച്ചത് അതിൽ 39% കുട്ടികളെല്ലാം ജയിച്ചിട്ടുള്ളവർ. ഓക്കെ, സോ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പം ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ന് പഠിച്ചത് പെർസെന്റേജ് എറർ പഠിച്ചു, ഓവറോൾ പെർസെന്റേജ് ചേഞ്ച് വന്ന എങ്ങനെ മാറ്റണം എന്ന് പഠിച്ചു, പിന്നെ പാസ് ആൻഡ് ഫെയിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, എലക്ഷൻ, വെൻ ഡയഗ്രാം. ഓക്കെ, പിന്നെ എന്തൊക്കെയാ? പിന്നെ നമ്മൾ കുറച്ച് ബേസ് കൺസെപ്റ്റ് പെർസെന്റേജ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും നേരം പറഞ്ഞതില്? മനസ്സിലായിക്കോ എങ്ങനെയാണ് അവസ്ഥ? ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഓക്കെ ഓക്കെ, ഹാദിയ, ഷഹന, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് കട്ടാക്കിയാലോ? ഓക്കെ, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ അടുത്ത ക്ലാസ്സിലേക്ക്? വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെന്നോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാവും, സെപ്പറേറ്റ് സെഷൻ ഉണ്ടാവും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. എല്ലാവരും ലെഫ്റ്റ് അല്ലേ?